ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ ഓരോ സ്റ്റെപ്സും വളരെയധികം ചിന്തിച്ചാണ് ആ ഒരു വ്യക്തി ഓരോ ഡിസിഷൻ എടുക്കുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ കുറച്ചുകൂടെ സീരിയസ് ആയി തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ, അതാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇമോഷണലി അല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്, വളരെ പ്രാക്ടിക്കലി ആണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഈ ഒരു വ്യക്തി എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എക്കാലവും നിലനിർത്തണം, അതായത് ഇതിനൊരു എക്സിസ്റ്റൻസ് വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം തോന്നുകയാണ് ഈ ഒരു സമയം. ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവുകയില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു പ്രണയം തോന്നുകയാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തുമെന്നുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തുമെന്ന് ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. അത് കാരണം ഒരു ഡിസിഷൻ എടുക്കാനും ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതായത് നിങ്ങളിലേക്ക് വരണോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അത് കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം സാഡാണ് നിങ്ങളുടെ വ്യക്തി. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം ഈ ഒരു സമയം. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു വ്യക്തി എത്രയും സങ്കടത്തിലാക്കുന്നത്. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ക്യൂരിയോസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും തിരക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു സ്പൈ വർക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് എഗെയിൻ ആ ഒരു കാർഡ് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ് ഈ ഒരു സമയം. അതാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. ആ ഒരു വ്യക്തിക്ക് വളരെയധികം സങ്കടത്തിലാണ്, വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അവരുടെ ലൈഫിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് റീസെൻ്റായിട്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്തും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് ഈ ഒരു വ്യക്തിക്ക്. നമുക്ക് ഡെവിൽ കാർഡ് വരുമ്പം 2 രീതിയിൽ വായിക്കാൻ കഴിയും. ഒന്നുകിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അഡിക്ഷൻ തോന്നുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾ കിട്ടിയതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുകയാണ് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷനാണ് ഉള്ളത്. നിങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അത് കാരണം അവരുടെ മൈൻഡ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. വളരെയധികം കൺഫ്യൂഷനാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. ആ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അതെങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളെ കാണാനായിട്ട് നല്ലൊരു വ്യക്തിയായിരിക്കാം. അപ്പം ആ ഒരു ഇതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ അട്രാക്റ്റഡായി നിൽക്കുന്നത്. മറ്റാരോടും തോന്നാത്ത ഒരു ഇഷ്ടമായിരിക്കാം നിങ്ങളോട് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അത് കാരണം നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളയാനായിട്ട് ആ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലായി എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആവുന്നത് ലവേഴ്സിനായിരിക്കാം. കാരണം ഇവിടെ സിംഗിളായിട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഏതായാലും നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടായിരിക്കാം
ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വാല്യുബിളായിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ. എന്തായാലും ഈ ഒരു വ്യക്തിക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ തുടരണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറല്ല. നിങ്ങളുടെ അരികിലേക്ക് ഒരു പ്രപ്പോസലായി എത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എനർജി നോക്കാം. എനിക്ക് ഇവിടെ നിങ്ങളുടെ 2 പേരുടെ എനർജിയിലും കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു സമയം വേണ്ടത്. അപ്പം 2 പേരും കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയിലാണുള്ളത്. ഒരു മെൻ്റൽ ക്ലാരിറ്റി. നിങ്ങൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതാണ് എനിക്കിവിടെ നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ജീവിതത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ, കൂടെ നിൽക്കാൻ ഒരാൾ, അതായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം മിസ്സ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു ലൈഫിൽ, അതായത് ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് നിങ്ങളുടെ എനർജി. ഇവിടെ സ്റ്റാർ കാർഡ് നിങ്ങളുടെ 2 പേരുടെയും എനർജിയിൽ എനിക്ക് കിട്ടിയിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. എന്തായാലും നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന് ഒരു പ്രകാശം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു പ്രസൻസ് വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ റീസെൻ്റായിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ 2 പേരും വളരെയധികം സാഡാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ 2 പേരുടെ എനർജിയിലും എനിക്ക് 9 ഓഫ് സോർട്സ് കിട്ടിയായിരുന്നു. ഇപ്പോൾ 2 പേരും ആഗ്രഹിക്കുന്നത് അവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു മാരേജാണ് ആഗ്രഹിക്കുന്നത് കാണുന്നത്. നിങ്ങൾ കരുതുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലേ എൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു കർമ്മ ബേസ്ഡ് റിലേഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു കർമ്മയായിരിക്കാം നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മമാണ്. നമുക്കിവിടെ സ്റ്റാർ കാർഡ് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഇവിടെ ജസ്റ്റിസും കിട്ടിയതുകൊണ്ട് തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് മുൻജന്മത്തിലെ ഒരു കർമ്മ പൂർത്തിയാക്കാനായിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഇവിടെ ക്യൂൻ ഓഫ് സോഡ് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ വിഡോ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളൊരു മാരേജാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. കാരണം ഇതൊരു കർമ്മ ബേസ്ഡ് റിലേഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത്. നമുക്ക് കാർഡ്സ് കുറച്ചുകൂടെ നോക്കാം. യെസ്, നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയതുകൊണ്ട് തന്നെ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തത് ഒരു കർമ്മ പൂർത്തിയാക്കാനായിട്ടായിരിക്കാം. ഏതായാലും നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ ആ ഒരു പേഴ്സൺ ഒരു പ്രതീക്ഷയാണുള്ളത് അവരുടെ ലൈഫിനെ പറ്റിയിട്ട്. ഇവിടെ നിങ്ങളും ഒരു പ്രതീക്ഷയാണുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാരേജ് ആയിരിക്കാം ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണിൽ നിന്ന്. ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ, ലവേഴ്സും ജസ്റ്റിസും കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു കാർമിക് സോൾമേറ്റ് ആവാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അതായത് മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം. അപ്പം ഏതായാലും ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിയിലും എനിക്ക് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി ആയിരുന്നു കിട്ടിയത്. അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കിയപ്പോഴും പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിൽ എനിക്ക് കിട്ടിയത്. പേജ് ഓഫ് വാൻസ്, ഇവിടെ നിങ്ങളുടെ എനർജിയിലും പേജ് ഓഫ് വാൻസ് ആണ് കിട്ടിയത്. അതായത് നിങ്ങൾ വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ആണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുന്നേ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നായിരിക്കാം. എനിക്ക് ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഞാൻ നോക്കട്ടെ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു തുടക്കവുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നതുമായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി, അതായത് ഒരാൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക്കാണ് നിങ്ങളോട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു റീഡിങ്ങിൽ ഫുൾ ഒരു മാരേജ് പ്രപ്പോസലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇത് ആരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത് കാർഡോടെ നോക്കട്ടെ.
പക്ഷേ അതിന് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു. അതായത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന എന്തെങ്കിലും എക്സ്റ്റേണൽ എനർജീസ് ഉണ്ടായിരിക്കാം എന്ന് ഈ ഒരു വ്യക്തി വളരെയധികം വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിലൊരു മുൻജന്മ ബന്ധം ഉള്ളതുപോലെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടായിരിക്കാം. അതായത് നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം കാണുന്നത്. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഞാൻ എഫേർട്സ് ഇടുന്നു പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഗ്രോത്ത് കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സാഡായിരിക്കാം. അപ്പം യൂണിവേഴ്സ് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൊന്നും തളർന്നിരിക്കാതെ നിങ്ങളുടെ മുന്നിൽ എന്ത് സിറ്റുവേഷനാണോ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ആ ഒരു വ്യക്തി ഒരുപാട് എഫേർട്സ് ഇടുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഗ്രോത്ത് ഇവിടെ കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ലൈഫിനെ സീരിയസ് ആയിട്ട് കണ്ട്, അതായത് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എല്ലാം നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. അതാണ് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്. വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് കാണുന്നു. ഫോട്ടോഗ്രാഫി, ചിത്തിര നക്ഷത്രം, മലപ്പുറം, മുംബൈ, വയനാട്, ലെറ്റർ യു, ക്രിക്കറ്റ്, 51, മൈസൂർ, 1994, മൂന്നാർ, 1 വീക്ക്, അബുദാബി, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രം, ഉത്രാടം, ഗാർഡനിങ്, തേഴ്സ്ഡേ, കുംഭം, ലെറ്റർ ജെ, ഉത്ര നക്ഷത്രം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, മകം നക്ഷത്രം, ആയില്യം നക്ഷത്രം, 38, കൊല്ലം ഡിസ്ട്രിക്റ്റ്, നേച്ചർ, വിത്തിൻ 24 hours, 37, 21, ഈഗോ, കാർത്തിക നക്ഷത്രം, 1983, അബ്രോഡ്, 1989, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, സോൾമേറ്റ് കണക്ഷൻ, 44, 1988, ഡിസംബർ മന്ത്, യു ക്യാൻ ട്രസ്റ്റ്, ലെറ്റർ ഡബ്ല്യു, അവിട്ട നക്ഷത്രം, കുവൈറ്റ്, മീനം നക്ഷത്രം, എറണാകുളം, സെൻസിറ്റീവ്, 1974, 1993, 23, ബേക്കർ, ട്യൂസ്ഡേ, ബാംഗ്ലൂർ, കാസർഗോഡ്, ലെറ്റർ എഫ്, 30, തിരുവോണം, 1985, കന്നി, ചോതി, രോഹിണി നക്ഷത്രം, മൺഡേ, 34,
ലെറ്റർ ഡി മ്യൂസിക്, 3 weeks പിങ്ക് കളർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ക്ലോസ്.